കോട്ടപ്പുറം കൊണ്ടൂർക്കുന്ന് റോഡിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ പൊതുജനങ്ങളുടെ പരാതി. കെ പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം കൊണ്ടൂർക്കുന്ന് റോഡിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ പൊതുജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ തങ്ങളുടെ വിവിധ പ്രയാസങ്ങൾ MLA മുമ്പാകെ അവതരിപ്പിച്ചു. അലർജി, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയെ കൊണ്ട് പ്രയാസപ്പെടുന്ന സമീപ പ്രദേശത്തെ വീടുകളിലെ രോഗികളെയും MLA സന്ദർശിച്ചു. അപ്രോച്ച് റോഡുകൾ മുഴുവനായും തകരുകയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ജലവിതരണം മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായ നടപടികൾ ഒന്നും പാലിക്കാതെയാണ് ക്രഷർ പ്രവർത്തിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ജനവാസ കേന്ദ്രത്തിൽ റോഡരികിൽ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാൻ ലൈസൻസ് നൽകിയത്. ഇവിടെ നിന്നും ക്രഷർ യൂണിറ്റ് എടുത്തു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ MLAയോട് ആവശ്യപ്പെട്ടു. റോഡ് കൂടി സൈഡുകൾ നോക്കിയാൽ മതി, അത്രയും പൊടി നമ്മൾ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരൊറ്റ ഇതുകൊണ്ട് വന്ന ബുദ്ധിമുട്ടാണത്. മാത്രമല്ല ഇപ്പോൾ വെള്ളം ഞങ്ങൾക്കിപ്പോൾ ബോർവെൽ അവരോട് അനധികൃതമായിട്ട് തന്നെ ഇപ്പോൾ ശരിക്കും അവിടുത്തെ പെർമിഷനൊന്നും എടുക്കാതെ തന്നെ എടുത്ത ബോർവെല്ലുകൾ അതിൽ ഒരുപാടുണ്ട്. ഈ വെള്ളത്തിന് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഈ ഭാഗത്ത്. ഇപ്പോൾ വെള്ള പ്രശ്നം അത് വന്നു. മാത്രമല്ല ഞങ്ങൾക്ക് സൗണ്ട് രാത്രി 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയാണോ പെർമിറ്റ് ലഭിക്കുന്നത് നമുക്കറിയില്ല. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ പാടം വരെ മുഴുവൻ ഭാഗങ്ങളിലും ആ നിറമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ഒരാളല്ലേ, പക്ഷേ ഞാനിവിടെ വരുമ്പോൾ പോലും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഇറിറ്റേഷനും വളരെ വലുതാണ്. ഇപ്പോൾ കുട്ടികളുണ്ട് ചെറുത്, ഇപ്പം എൻ്റെ ജ്യേഷ്ഠത അവിടെ കിടക്കുന്നത്, അവർക്ക് കിടപ്പ് രോഗിയാണ്, അവർക്ക് നീച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരാളാണ്. ആ ഭാഗത്ത് പോലും അവർക്കൊന്ന് ശരിക്കും ശ്വസിക്കാനൊരു വായു പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ പിന്നെ യാത്രാ സൗകര്യം സാറിപ്പോൾ കണ്ടതല്ലേ, വന്നപ്പോൾ കാണാൻ കഴിയില്ല. ഈ റോഡ് പൊളിഞ്ഞിറക്കുന്ന കാരണം വർഷങ്ങൾ ഞാൻ ജനിച്ച കാലം മുതൽ കാണുന്നതാണ്. കുറച്ച് കല്ലുണ്ടായിരുന്നു എന്നല്ലാതെ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പാലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൈവരികളൊക്കെ അവരിന്ന് ഇടിച്ച് തകർത്താണ്, അവരുടെ വണ്ടികൾ തകർത്ത്. ആരോ അവർ പറയുന്നത് കേട്ടോ, അവർ അവിടെ ചെന്ന് ഞങ്ങളുടെ വണ്ടി കൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വണ്ടി വരുന്നതിന് മുമ്പ് ഈ ക്രഷർ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ വർഷങ്ങളിൽ ഞങ്ങൾ 10-20 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളുകളാണ്. ഞങ്ങൾ അന്നൊന്നും അനുഭവിക്കാത്തൊരു വിഷമം ഇപ്പം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങളല്ലാതെ അവരെ പിന്നെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ പിന്നെ വ്യവസായത്തെ തകർക്കാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഞങ്ങൾക്ക് ജീവിക്കലാണ് ഇവിടെ ഞങ്ങളുടെ മെയിൻ ആവശ്യം. വായു, വെള്ളം എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബാക്കിൽ കൂടെ ഉള്ള ഒഴുകുന്ന തോട്ടിലൊക്കെ വരുന്നതും ഇതേ വെള്ളത്തിന്റെ കളറാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്വസിച്ചിട്ട് പിന്നെ അതിന്റെ ബാക്കിയുള്ളതാണ് ആയിക്കൂടെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. 3 കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ മറ്റേ മൂക്കിൽ ദശ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. 3 എൻ്റെ വീട്ടിൽ 2 ആൾക്ക് ഇവിടെ ഇപ്പോൾ 3 ആളുകളെ ഇപ്പോൾ അടുപ്പിച്ച് ഈ ഒരു ക്രഷർ വന്നതിന് ശേഷമാണ്. ഇതിന് മുന്നേ ഇവിടെ നമ്മൾ ജീവിക്കുന്നുണ്ട്, 10-25 വർഷമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പുറമെ എല്ലാവരും പറയാം. പക്ഷെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ മഴക്കാലത്ത് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ആ ദുരവസ്ഥ എന്തായിരിക്കും. ഞാൻ കുറേ വട്ടം ഒരുപാട് അപേക്ഷകൾ കൊടുത്താണ്. പിന്നെ മേഡത്തിനറിയാം, ഞാൻ പഞ്ചായത്തിക്ക് ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിയതാ കുടിവെള്ളം കിട്ടാതെ. നമുക്കിപ്പോൾ ഒരു ബോർവെൽ അടിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇത്ര ശബ്ദം ഉയർത്തില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അത് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ വണ്ടി ഓടുമ്പോൾ അവർ സൗണ്ട് ആണെന്ന് പറയും. ഇവർ ഒപ്പം തന്നെ വെള്ളം അടിച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഈ പൊടി പാറാതിരിക്കാൻ ഇതിൻ്റെ മുന്നേ ഒരു വെള്ള വണ്ടി പോയിട്ടാണ് അതിൻ്റെ പിന്നാലെ തന്നെ ഈ പ്രഷറുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ എല്ലാ വീട്ടിലും ഇപ്പോൾ ആസ്മ രോഗികളാണ്. എനിക്കൊക്കെ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനാണ്. ഞാൻ മൗലാനിലെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോണത്. ഇതൊന്നും എന്നെ ഇത്ര കാലം വരെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് നിലവിൽ അത് ഒരു 3 വർഷമെങ്കിലും മെഡിസിൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ആൾക്കാർ ഇന്ന് രാവിലെ നമ്മുടെ ബുദ്ധിമുട്ടാണ്, പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു അനുസരില്ല. പിന്നെ നാട്ടുകാർ ഇതിന്റെ പുറത്ത് ഇതിന്റെ പ്രയാസമുള്ള ആൾക്കാരിൽ നമ്മളോട് ചോദിക്കണം എന്താ വെച്ചെങ്കിൽ ഇതുവരെ എവിടെയാണ്, ഇത് തുടങ്ങണ വരങ്ങൾ എവിടെയാണ്. ഇതിന്റെ ചരിത്രം എന്താ വെച്ചെങ്കിൽ ഇതിൽ റബ്ബർ തോട്ടായിരുന്നു ആദ്യം. അതിനുശേഷം അവർ പുല്ല് കൃഷി തുടങ്ങി, അത് കളഞ്ഞിട്ട് ചേന കൃഷി തുടങ്ങി. അപ്പോൾ നമ്മളിതൊന്നും അറിയണം, ഇതൊക്കെ പൊന്തി നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കി നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ചെറിയൊരു ടെന്റ് കെട്ടിയിട്ട് നെയ്യൊരുക്കണ ഒരു സാധനം, അപ്പോഴും നമുക്ക് യാതൊരു പ്രയാസമില്ല. പിന്നെ അതിന്റെ മറവിൽ വലിയ സാധനങ്ങൾ മെഷീനറീസ് കൊടുന്ന് രാത്രിയിലാണ് ഇറക്കണത്. നമ്മളൊന്നും അറിയണില്ല. ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഇത് വലിയ പ്രയാസമുള്ള ഒരു ക്രഷർ യൂണിറ്റ് ആണ് നമ്മൾ അറിയണത്. അപ്പോൾ ഇതിന് കഴിഞ്ഞ ഭരണസമിതി ഇതിന് എങ്ങനെയാണ് അനുമതി കൊടുത്തത് നമുക്കറിയില്ല. ഇപ്പൊ ലൈസൻസ് കിട്ടിയണമെങ്കിൽ തന്നെ ഈ ലൈസൻസ് കിട്ടിയതിന് ശേഷം നഗ്നമായിട്ടുള്ള നിയമലംഘനങ്ങളാണ് നടക്കുന്നത്. അതിന്റെ സമയപരിധി, അതിന്റെ കെട്ടിട നിർമ്മാണം. ഇപ്പൊ ഈ റോഡിലേക്ക് ഒരു മല പോലെ കൂടി നിൽക്കുന്നുണ്ട്. പ്രേമേട്ടൻ അവിടെ ചെന്ന് കണ്ടറിയാം എത്ര പ്രയാസമുണ്ട്. പിന്നെ കല്ല് കൂടുന്നിടുമ്പോ എന്തായാലും സൗണ്ട് കോട്ടപ്പുറം വരെ കേൾക്കുന്നുണ്ട്. അപ്പൊ വലിയ പ്രയാസത്തിലാണ്. ഇവിടെ ഒരു പാലിയേറ്റീവ് രോഗി കിടക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക്
ദിവസേന പറഞ്ഞ് ആശുപത്രിക്ക് പോകണം. ഇതിന്റെ പൊടി ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ നമ്മുടെ കൃഷി ഒന്നും ശരിക്കും ഉണ്ടാവണില്ല. ഇതിന്റെ പൊടി വന്നിട്ട് ഇലയിൽ പറ്റി പിടിച്ചിട്ട് ഇല പൊഴിയാണ്. ഇത്രയും വലിയൊരു സ്ഥാപനം വന്നിട്ട് ഈ ചുറ്റുഭാഗത്തുള്ള ഒരു വ്യക്തിയുടെ പിന്നെ എന്താ പറയാ ഒപ്പുമായിട്ടില്ല. അപ്പൊ ഏത് രീതിയിലാണ് അവര് ഇത് സമ്പാദിച്ചത്? അത് മാത്രമല്ല, ഈ വീടിന്റെ ഉമ്മർത്ത് അക്രബർമ്മ കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞ സുഹൃത്ത് അവൻ വീട് വിൽക്കാൻ ചെയ്ത് ഇവർക്ക് തന്നെ കൊടുത്ത് അവന് മനസ്സിലായി ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് അവ ഇവിടുന്ന് പോവാണ് ചെയ്തത്. ഞങ്ങൾ ഇവിടുന്ന് പോകാനുള്ള ഉദ്ദേശമല്ല. ഞങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ കോറി ഇവിടെ വരുന്നതിന്റെ മുമ്പ് ഞങ്ങള് പട്ടിണി കിടക്കണതിലും നല്ല വെള്ളവും നല്ല വായു ശ്വാസം ഇവിടെ ജീവിച്ച ആൾക്കാരാണ്. അതിപ്പോ മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ നാട്ടില് ജനങ്ങളില്ലാത്ത ഭാഗത്തേക്ക് ആൾ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവർ ഒപ്പിട്ട് കൊടുക്കാതെ ഈ കഴിഞ്ഞ ഭരണസമിതിയിലുള്ള ഒരു ഒപ്പിട്ട് കൊടുക്കാതെ ഇത് എന്തായാലും ഇവിടെ വരില്ലല്ലോ. കാരണം തന്നെ അറിയാലോ, നിയമപരമായിട്ട് സാറിന് ചിന്തിച്ചറിയാവുന്നതാണ്. എന്താണ് ഇതിന്റെ വിഷയം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് സമയം കൊടുക്കില്ല. ഒറ്റ ആഴ്ച കൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് MLA എന്ന നിലയിൽ മുൻകൈയെടുത്ത് പഠിക്കുകയും ഇവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും തദ്ദേശഭരണ സ്ഥാപനമാണ് ലൈസൻസ് കൊടുക്കുക. പഞ്ചായത്ത് പരിധിയിലുള്ള ഏത് സ്ഥാപനത്തിനും ലൈസൻസ് കൊടുക്കുക സ്ഥാപനമാണ്. ഒരു പക്ഷേ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ എടുക്കുന്നുണ്ടാവും, അത് വേറെ കാര്യമാണ്. കോടതിയിലൊക്കെ പോയിട്ട് ഇപ്പോൾ BSNLന്റെ ടവർ നേരത്തെ വരുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് അനുമതി കിട്ടിയില്ലെങ്കിൽ അവർ കോടതിയിൽ പോയിട്ട് എടുക്കും, അത് വേറൊരു കാര്യമാണ്. ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് കാണും. ജനങ്ങൾക്ക് ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്താനും അവരുടെ ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുമുള്ള മുൻകൈ MLA എന്ന നിലയിൽ ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കൂടി ഒന്ന് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും കൂടി കർഷകരിലേക്ക് പോകുമ്പോൾ പിന്നെ അത് വേറൊരു സംസാരമാവും. ജനപ്രതിനിധികളായിട്ടുള്ളവരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളും അങ്ങനെ ഒരു 10 ആളൊക്കെ മതിയെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതിനകത്തേക്ക് അതിക്രമിച്ച് കഴിയുന്ന എന്താ ഇപ്പൊ ഞങ്ങൾ വന്നാൽ നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് വേറൊന്നും പറയാല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളിപ്പോൾ അവിടെ ഒന്ന് നോക്കി ഒന്ന് നേരിൽ കണ്ട് അവിടുത്തെ സ്ഥിതിഗതികളൊന്ന് വിലയിരുത്തും. പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. സർവകക്ഷി യോഗം ഇതിന്റെ ഭാഗമായിട്ടൊന്ന് വിളിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 4-ാം തീയതി സർവകക്ഷി യോഗം വിളിക്കാം എന്നാണ് ആലോചിക്കുന്നത്. അതിന്റെ ഒരു സമയവും ഇന്ന് ഈ വിസിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ സമയവും തീരുമാനിക്കും. നാട്ടിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി നിങ്ങളിവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആൾ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മുൻകൈ ഇടപെടൽ ഉണ്ടാവും. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഏത് സ്ഥാപനമായാലും പ്രയാസം പരിഹരിക്കുക എന്നുള്ളിടത്ത് നമ്മൾ ഉറപ്പിച്ചു നിൽക്കും. അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ എവിടേക്കും പോകില്ല, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്തുള്ളൊരു ജനപ്രതിനിധിയായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ നാടിനോട് നാട്ടിലെ ജനങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും. ക്രഷർ യൂണിറ്റിന്റെ ഉടമയുമായി സംസാരിച്ച MLA രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നും ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ പഠിച്ച ശേഷം MLA കൃത്യമായ ഇടപെടലുകൾ നടത്താമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. തുടർ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചു. 6 മണിക്ക് ശേഷം ക്രഷർ പ്രവർത്തിക്കില്ല, രാത്രി പ്രവർത്തിക്കില്ല എന്നുള്ളത് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് നോക്കാം കേട്ടോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടതൊടി, മെമ്പർമാരായ ടി ഷീജ, ഷാഹുൽ ഹമീദ് CK, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P അശോകൻ, M മോഹനൻ, K സുബ്രഹ്മണ്യൻ, KT രാമചന്ദ്രൻ, P അനിൽകുമാർ എന്നിവർ MLA യോടൊപ്പം ഉണ്ടായി.